യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതെ സേനോട്ട്, അവസാനം സൂര്യയുടെ ജീവിതത്തിലേക്ക് മാനസി തന്നെ ഭാവന ചൂണ്ടിക്കാണിച്ചു. എനിക്കറിയില്ല മായി എന്തൊക്കെയാ നടക്കുന്നെന്ന്. നമ്മളാരും അറിയാത്ത എന്തോ ഭാവനയുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഭാവന ഒരിക്കലും സൂര്യ ഒഴിവാക്കാനും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനും ഒരിക്കലും തയ്യാറാവത്തില്ല. അതെ സേതോട്ട, ഇതൊന്നും വെറും വിധിയായി മാത്രം കരുതാൻ പറ്റില്ല. മറ്റെന്തോ കാരണം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഭാവനയ്ക്ക് ചിലപ്പോ നമ്മളോടെല്ലാം തുറന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണെങ്കിലോ? സാധാരണ ഏതൊരു പെണ്ണും സ്വന്തം കല്യാണത്തിന്റെ മുഹൂർത്തം കുറിച്ച പിന്നെ മറ്റൊരു ലോകത്തായിരിക്കും. പക്ഷേ ഇവിടെ മുഹൂർത്തം കുറിച്ചതിന് ശേഷമാണ് ഭാവനയുടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അതാണ് ഞാനും പറയുന്ന മായ, നമ്മളാരും അറിയാത്ത എന്തൊക്കെയോ കാര്യം ഭാവനയുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ഭാവനയോട് തന്നെ ചോദിക്കണം. ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? ചോദിക്കുക സേതുവേട്ടാ. ഇപ്പൊ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നാളൊരു സമയത്ത് നമ്മൾ ദുഃഖിച്ചാലോ? അവളിപ്പോ ആരോടും സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്കിപ്പോ ഏക ആശ്വാസം നമ്മളൊക്കെയാ. നമ്മൾ വേണ്ടേ അവളെ ചേർത്ത് പിടിക്കാൻ. ഇനി ഇതൊന്നും അല്ല സേതോട്ടാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഭരത്തിനെ കൊണ്ട് ഈ കുടുംബത്തിൽ ഇനി ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. സ്വന്തം കാര്യത്തിനല്ലാതെ 10 പൈസ അവൻ ഈ വീടിന് വേണ്ടി കളയാനും പോകുന്നില്ല. അങ്ങനെ വരുമ്പോ ഭാരം കൂടാൻ പോകുന്നത് സേതുവിന് തന്നെയാ. അതുമാത്രമല്ലല്ലോ, ഭാനുവിന്റെ പഠിത്തവും മറ്റും ഇനി ആര് നോക്കും? സൂര്യയോട് പറയാൻ പറ്റുമോ? ഭാവന ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലാന്ന് അവള് തന്നെ തീർത്തു പറഞ്ഞില്ലേ? നേരാമായ സത്യം പറഞ്ഞ ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടില്ല. ഈശ്വര, ഇതൊരു പരീക്ഷണമാണ്. എന്തിനാ ഭാവന നമ്മളിങ്ങനെ ശിക്ഷിക്കുന്നത്? നമ്മൾ ഇനി കഷ്ടപ്പെടാൻ പോകുന്നേ ഉള്ളൂ സേതുവേട്ടാ.